നരേന്ദ്രമോദി നടത്തുന്ന ഇപ്പോഴത്തെ നീക്കങ്ങൾ ഈ രാജ്യത്തിൻ്റെ നീക്കങ്ങളാണ്. ആ നിലയ്ക്ക് വേണം അതിനെ നമ്മൾ പരിഗണിക്കാനായിട്ട്. കാരണം ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമായി ചൈനയിലെത്തുന്നു, ജപ്പാനിൽ പോകുന്നു. ഇതെല്ലാം ഈ പ്രതികാര ചുങ്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ രാജ്യത്തിൻ്റെ നീക്കങ്ങളാണ്. അതൊരു വ്യക്തിയുടെ നീക്കങ്ങളല്ല. മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ നീക്കങ്ങൾ ആ നിലയ്ക്ക് നമ്മൾ ആ രാജ്യത്തിൻ്റെ നീക്കങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ വ്യക്തിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയും ചെയ്യാം. അതെല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇതിൽ സനീഷ, ഇതിനകത്തൊരു കാര്യം, ഈ പ്രതികാര ചുങ്കത്തിൻ്റെ സാധ്യതയും ഈ ട്രംപിൻ്റെ നീക്കങ്ങളും എല്ലാം ആരംഭിച്ച ഘട്ടത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നമ്മുടെ പ്രസിഡന്റിന് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തയച്ചതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ സഹകരണം എന്നത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളിലേക്ക് ഇന്ത്യ പോയത്. നമുക്കറിയാമല്ലോ, 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം അത്ര സുഖകരമായിരുന്നില്ല ഇന്ത്യ ചൈന ബന്ധങ്ങൾ. ആ കാര്യത്തിൽ 2024 ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് മുമ്പ് അതിലൊരു ഒത്തുതീർപ്പും പരിഹാര ശ്രമവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഈ പൂർണ്ണമായും ഒരു മഞ്ഞുരുകിയ അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു ഒത്തുതീർപ്പോ ഇത്തരമൊരു സഹകരണ സാധ്യതയോ തൽക്കാലം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ട് എന്നൊരു പക്ഷേ അമേരിക്ക കരുതിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞ ഒരു പശ്ചാത്തലമാണ്. ഇന്ത്യയുടെ പ്രദേശം ചൈന കയ്യേറിയിരിക്കുന്നു എന്നുള്ള സാഹചര്യം പലയിടത്തുമുണ്ട്. ഇത്തരമെല്ലാം സാഹചര്യത്തിൽ മാത്രമല്ല, ഇന്ത്യ ചൈന അതിർത്തിയിൽ അവരുടെ കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ വരുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സഹകരണം സാധ്യമല്ല എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ ഈ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയക്കുന്നു. ആ കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഈ വ്യാപാര കരാർ, ഈ പ്രതികാര ചുങ്കം ഈ മട്ടിൽ പോയാൽ അത് പ്രതിസന്ധിയാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ആ കത്തിലുണ്ടാകുന്നത്. അതിൻ്റെ സാഹചര്യത്തിൽ ഒരു സഹകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നമ്മൾ ഇന്ത്യ തന്നെ ഇപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ട സാധ്യതകൾ ആലോചിക്കുമ്പോൾ വൈവിധ്യവൽക്കരണം അടക്കം ഇപ്പോൾ നമ്മളുടെ അമേരിക്കയുമായുള്ള സഹകരണത്തിന് അപ്പുറമുള്ള സാധ്യതകളിൽ എവിടെയൊക്കെയാണ് ചൈനയെ നമുക്ക് പങ്കാളിയാക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് കണ്ടോ, 50% ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത്. അത് മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ തന്നെ 20% കേരളത്തിൽ നിന്ന് പോകുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ വളരെ പെട്ടെന്ന് മറികടക്കാനുള്ള സാധ്യത എന്താണ് എന്നുള്ള ആലോചന സ്വാഭാവികമായും ഉണ്ടാവും. മാത്രമല്ല, ഇതിൽ ഏറ്റവും രസകരമായ ഒരു പ്രസ്താവന, ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടല്ലെങ്കിൽ കൂടി ജപ്പാനിൽ പോയിട്ട് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടല്ലോ. അതായത് ഇന്ത്യ ഒരു സ്ഥിരതയുള്ള രാഷ്ട്രീയ ശക്തിയും സ്ഥിരതയുള്ള സാമ്പത്തിക ശക്തിയുമാണ് എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യ സ്ഥിരതയുള്ള സാമ്പത്തിക ശക്തിയാണ്, അത് വളർച്ച തന്നെയാണ് രേഖപ്പെടുത്തുന്നത്, തുടർന്നും മുന്നോട്ട് തന്നെ ആയിരിക്കുമെന്ന് ഈ അമേരിക്കയുടെ പ്രതികാര ചുങ്കത്തിൻ്റെ മുനയിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ കരുത്ത് പ്രകടിപ്പിക്കൽ തന്നെയാണ് തീർച്ചയായും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ വേണം അതിനെ കാണാൻ. മാത്രമല്ല, അമേരിക്കയെ ഏറ്റവും അലട്ടുന്നതും അവർക്ക് താല്പര്യമില്ലാത്തതുമായ ഒരു സംഗതി, ഇപ്പോൾ യൂറോയ്ക്ക് ശേഷം ഈ ബ്രിക്സ് രാഷ്ട്രങ്ങൾ എന്തോ പുതിയ ഒരു നാണയവുമായി രംഗത്തെത്താൻ പോകുന്നു, അവർ സമാന്തര സാമ്പത്തിക ശക്തിയായി മാറുന്നു, ഇവർക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന സംഗതിയാണ്. അവർക്കതിൽ വലിയ എതിർപ്പുമുണ്ട്.